ഞാൻ 62 കൊല്ലമായിട്ട് ഉപാസിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്ന ദേവീക്ഷേത്രമാണ് പടിഞ്ഞാറോച്ച കാണുന്നത്. അത് മതേതര ദേവീക്ഷേത്രമാണ്. അവിടെ 8 കൊല്ലം ഒരു ക്രിസ്ത്യാനിയാണ് മരിച്ചത്. ആ ഒരു ക്രിസ്ത്യാനിയാണ് ഞങ്ങൾക്ക് തന്നത്. ഇവിടെ ഞങ്ങൾക്ക് അന്നൊന്നും ക്ഷേത്രങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നല്ലോ. അന്ന് ഈ നാട്ടിലെ ചാരങ്കാട്ട് അച്ചോ ജോൺ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി, അദ്ദേഹത്തിന് ചാരങ്കാട്ട് അച്ചോ ജോൺ അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചെല്ലെടുപ്പുകാരൻ ജോലിക്കാരനായിട്ടും നടന്ന ആളുകാരും ഞങ്ങൾ പലരും, ഞങ്ങളുടെ പൂർവികർ പലരും അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്പലം ഇങ്ങനെ കിടപ്പുണ്ടെന്ന് വെച്ചിട്ട് അതൊന്ന് മുതലാളി ഞങ്ങൾക്കൊന്ന് മേടിച്ചു തന്നത്. അദ്ദേഹമാണിത് മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. അതന്നപ്പോൾ ജനങ്ങൾ അന്ന് ഇതുപോലെ വർഗീയതയൊന്നുമില്ല. യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ആര് പ്രസിഡന്റ് ആകുന്ന പറഞ്ഞ് ചാരങ്കാട്ട് അച്ഛൻ തന്നെയാണെന്ന്. ഈഴവ സമുദായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഭാഷണത്തിൽ കൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഈഴവർക്ക് ഈ നാട്ടിൽ നായയുടെ വില പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ ഭീഭത്സകരമായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഈഴവ സ്ത്രീകളെ പറ്റിയും ഈഴവ പുരുഷന്മാരെ പറ്റിയും ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈഴവ സ്ത്രീകളുടെ തൊഴിൽ എന്ന് വെച്ചാൽ വേശ്യാവൃത്തിയും പുരുഷന്മാരുടെ തൊഴിൽ എന്നാൽ കള്ളവാറ്റും ചാരായ വിൽപ്പനയും ചെത്തും മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി അവിടെ അടിവരയിട്ട് പറയുന്നത്. നാരായണ ഗുരു വളരെ ശക്തിയുക്തമായി പ്രവർത്തിച്ചത് ഇതിനെതിരെയാണ് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഈഴവർക്ക് ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്നും ക്ഷേത്ര ആരാധന ഉണ്ടായിരുന്നില്ല എന്നും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു. ഇതിനെതിരെയാണ് 1888 ഫെബ്രുവരി 20 ശ്രീനാരായണ ഗുരുദേവൻ ഈ പറഞ്ഞതുപോലെ ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്ത്. എന്നാൽ മുകളിൽ കാണുന്ന ഈ ചിത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിനും 200 വർഷങ്ങൾക്ക് പിറകിൽ ഇല്ലവർ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെതായിരുന്ന ക്ഷേത്രത്തിന്റെ ചിത്രമാണ്. അന്ധകാലത്തിൽ ഇത്ര ബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയം ഒരു സാധാരണ സമുദായത്തിന് ഉണ്ടാകുമോ? ഇല്ല. അത്രത്തോളം ബൃഹത്തായ വലുതായ ഇല്ലവ ഗോത്രത്തിന്റെ ആരാധന കേന്ദ്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായിരുന്ന ഇല്ലവ ഗോത്രത്തിനെയാണ് ഇന്ന് ഈഴവ വിഭാഗത്തിന്റെ ഒരു അവാന്തര ഗോത്രമായി പരിഗണിക്കുന്നതും വിശേഷിപ്പിച്ചു പോകുന്നതും. ഈഴവ വിഭാഗവും ഇല്ലവ വിഭാഗവും ഒന്നാണ് എന്ന് പറയുന്ന മനുഷ്യന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് കടലയും കടലും ഒന്നാണ് എന്ന് പറയുന്ന യുക്തി മാത്രമേ ഇതിനുള്ളൂ.